ഇന്ന് ഞങ്ങളെല്ലാരും കൂടി തേക്ക് മ്യൂസിയം കാണാൻ പോയത് ട്ടോ. വീടിന്റെ കുറച്ച് ദൂരേ ഉള്ളൂ. പക്ഷെ ഞങ്ങളങ്ങനെ പോകാറില്ല. അതാണ്. ഇന്ന് ഞങ്ങള് പെൺകുട്ടികളെല്ലാരും കൂടി ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഞങ്ങൾ രണ്ടാളും ഒന്ന് നോട്ടിട്ടുള്ളൂ. എവിടെ ക്യാമറ ഉണ്ടോ അവിടെ ഞങ്ങളുണ്ടാവും. ദാ പോണത് കണ്ടോ. ക്യാമറ കണ്ട അവിടുന്ന് എല്ലാം മുങ്ങും. ഇതാണ് തേക്ക് മ്യൂസിയത്തിന്റെ ലോഗോ പോലും. ലോഗോ അതായത് ഇങ്ങനെ ചിഹ്നം. അതെന്താന്ന് എനിക്കറിയില്ല. സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. സ്കൂൾ പൂട്ടിയ സമയത്ത് ഞങ്ങൾ പോയതെങ്കിലും പക്ഷെ സ്കൂൾ കുട്ടികളുണ്ടായിരുന്ന പോലെ എന്തോ പഠന കാര്യമായിട്ട് വന്നതാണ്. അതല്ലേ ഞങ്ങൾ രണ്ടാളും നല്ല ഞങ്ങളാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. ബാക്കിയുള്ള ഒരു കട്ട അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കസിൻസ് ആണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഫീസൊക്കെ ഉണ്ട് കേട്ടോ. 50 35 എത്രയാണ് തോന്നുന്നു. ഞാനല്ല കൊടുത്തതൊന്നും എനിക്കറിയില്ല. അപ്പൊ ഇതാണ് പോലെ ലോകത്തിലെ കേരളത്തിലെ അങ്ങനെ ഏതോ തേക്ക് ഏറ്റവും വലിയ തേക്കിനെ കുറിച്ച് എന്താ അറിയണോ ഇവിടെ വന്നാൽ മതി. ഫുള്ള് തേക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങൾ അങ്ങനെയൊക്കെയാണോ. എവിടെ നോക്കിയാലും തേക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ കണ്ടില്ലേ. എന്താണിത് ഒറിജിനൽ അല്ല നമുക്ക് തോന്നുന്നു കേട്ടോ. നമ്മളൊന്നും തൊടരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ തൊടാൻ പോയിട്ടില്ല. ഈ ഫോട്ടോസ് കാണുന്നൊക്കെയാണ് വലിയ വലിയ തേക്കുകള്. പണ്ടത്തെ കാര്യം ആൾക്കാർ ഉപയോഗിച്ച സാധനങ്ങള് അങ്ങനെ തേക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ എന്താ പറയണ്ടത്. നിങ്ങളൊക്കെ ഒന്ന് പോയി കാണണം. മലപ്പുറം ജില്ലയിലുള്ള മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് കണ്ടല്ലേ ടീച്ചേഴ്സ് ആയിട്ട് അതൊക്കെ. ഞങ്ങൾ പിന്നെ കണ്ണാടി കണ്ട അവിടെ ക്യാമറ കൊണ്ട് എന്തായാലും ഉണ്ടാവും. അപ്പൊ പൂമ്പാറ്റുണ്ട്. ഞാൻ പ്രത്യേകം പറയണം കരുതിയാണ് ഞാൻ കാണാത്ത പലതരം പൂമ്പാറ്റകളും കണ്ടു. പക്ഷെ അതിന്റെ പേര് അവിടെ അങ്ങനെ എഴുതിച്ചിട്ടില്ല. പൂമ്പാറ്റകൾ പല കളറും പല മോഡലും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചെള്ളി വണ്ട് എന്നൊക്കെ പറയുന്ന ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. തേക്കുമല് വരുന്ന വന്ന് ഇരിക്കുന്ന സംഭവങ്ങളാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം പൂമ്പാറ്റകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇത് കാണിക്കണം. ഭയങ്കര ഇഷ്ടമായിട്ട് സൂപ്പർ ഇന്നത് കാണാൻ. പിന്നെ അദ്ദേഹം പറഞ്ഞു പണ്ടത്തെ കാര്യം ആൾക്കാർ ഉപയോഗിച്ച സാധനങ്ങൾ അതൊക്കെ കണ്ടോ. ഞാനൊക്കെ ഇത് ഇപ്പോഴാണ് കാണുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. പണ്ട് ആൾക്കാര് ജോലി ചെയ്യാനെടുത്ത സാധനങ്ങളാണ് പോലും ഈ കാണുന്നത്. ഏഹ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കുട്ടികളൊക്കെ കൊണ്ടുവരണം കേട്ടോ. അപ്പോഴൊക്കെ സന്തോഷല്ലേ. നമ്മള് ഞങ്ങളെ കുട്ടികളും കൊണ്ട് ഞങ്ങൾ പോയതുകൊണ്ട് ഞങ്ങളെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ അങ്ങനെ ഐസ്ക്രീം കഴിക്കാന്ന് കരുതി. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് അപ്പം ഇതാണ് ഐസ്ക്രീം. ഓരോരുത്തരും ഓരോ ഫ്ലേവർ വാങ്ങിയത്. ഞാൻ എന്താ ബട്ടർ സ്കോച്ച് വാങ്ങി. എൻ്റെ മകള് ചോക്ലേറ്റ് വാങ്ങി. അവള് മുഖം കണ്ടില്ലേ. അവൾക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എൻ്റെ ഐസ്ക്രീം ഞാൻ അവൾക്ക് കൊടുത്തു. അപ്പൊ ഇവിടെ വെള്ളമുണ്ട്. ഈ ഏരിയ മാത്രം ഇവിടെ മാത്രം ഒരു വെള്ളം. ഞങ്ങൾ വെള്ളക്കുപ്പിയൊക്കെ കൊണ്ടുവന്നട്ടോ. അതുപോലെ അങ്ങോട്ട് വാങ്ങി വെച്ച് കയറിയപ്പോൾ വെള്ളക്കുപ്പി കയറ്റാൻ പറ്റില്ല. ഞങ്ങളടുത്ത് വാങ്ങി വെച്ചു. രണ്ട് തവളകൾ ഇരുന്നിട്ട് ചെസ് കളിക്കുകയാണ്. തവളച്ചി എന്ന് പറയുന്ന സംഭവം ഇംഗ്ലീഷിൽ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഇവിടെ പാർക്ക് ഉണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ ഇത് മ്യൂസിയത്തിൽ കയറിയ കുട്ടികളെ ഈ പാർക്കിന്റെ ഉള്ളിൽ കയറ്റിയാൽ പിന്നെ ഇറക്കൂലെന്ന് ഞങ്ങൾക്ക് അറിയാം. എത്ര കരുതിയിട്ടാണ് ഞങ്ങളൊന്ന് ഇറക്കിയത്. പാർക്ക് കൊണ്ട് ഉപകാരം കിട്ടാത്ത ഇവർക്ക് മാത്രം ഉണ്ടായിരുന്നു. ഭയങ്കര ബോറിങ് ഇവർക്ക്. അപ്പൊ രണ്ട് ക്യാമറ വിരോധികളാണ് ഈ കാട്ടുന്നത് കണ്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാനത് ഇങ്ങോട്ട് എന്നോട് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞ കാര്യം ഞങ്ങളെ കാണിച്ചിരുന്നു കേട്ടോ. ഞാൻ ഓരെ തന്നെ കാണിക്കും. വെറുതെ പറഞ്ഞ കേട്ടോ. അപ്പോൾ ക്യാമറ വിരോധികളാണ് സംഭവം. അപ്പൊ കുട്ടികളെ ഞാൻ പറഞ്ഞില്ല കാര്യമായിട്ട് കുട്ടികളാണ് ഇത് കാണില്ല. നമ്മൾ വലിയവരൊന്നല്ല. കുട്ടികൾക്ക് പലതരം അത്ഭുതങ്ങളുണ്ട് ഇവിടെ. പലതരം പൂമ്പാറ്റകൾ ജീവനുള്ള പൂമ്പാറ്റയൊക്കെ ഉണ്ട് കേട്ടോ. ആർട്ടിസ്റ്റിക് ഇതെല്ലാം കാണിച്ചെന്ന ഫോട്ടോ. ജീവനുള്ള പൂമ്പാറ്റ പലതരം പൂക്കൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല പൂക്കൾ ഉണ്ടാവും തോന്നണ്. അപ്പൊ ഏത് സമയത്ത് നമ്മൾ ഉച്ചക്കാണ് അവിടെ പോയതെന്നില്ല. ആ വെയിലുണ്ട് എന്നുള്ളൂ. പക്ഷെ ചൂടൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഈ പാട്ടിന് കേട്ടോ ഇഷ്ടപ്പെട്ടാ പറയണേ. കൈകോർത്ത് നാമെന്നും നാളിലും കണ്ണീരിലും. പാട്ട് ഇഷ്ടപ്പെട്ടവർ കമന്റ് ചെയ്യുക. ഇത് കണ്ടല്ലേ മീനുണ്ട്. ഇതിലിങ്ങനെ വെള്ളം ചാടലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ എന്തോ ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് അത് നിർത്തി വെച്ചാന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ആർട്ടിഫിഷ്യൽ പുലിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. അങ്ങനെ ഇവിടെ ഇതായി കാണുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ സാധനം. അതിൽ ആ മീനുണ്ട്. അതിനകത്ത് മീൻ ഇപ്പുറത്തേക്ക് ഇട്ടതാണ് എന്തായാലും വൃത്തിയാക്കാൻ. ചെടികളുണ്ട് മയില് ആന ഇത് കണ്ടില്ലേ. ഭയങ്കര നല്ല രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് അടിപൊളി. കണ്ടാൽ തന്നെ നമുക്ക് അറിയുള്ളൂ. എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. അത്രയും ഉണ്ട് കാണാൻ നമുക്ക്. അതായത് രാവിലെ വന്ന് വൈകുന്നേരം പോകാം. 5 മണി ആണോ ക്ലോസിങ്. 10 മണിക്കാണ് തുടങ്ങണതെന്ന് തോന്നുന്നു. പിന്നെ പ്രത്യേകം ഞായറാഴ്ച ആണ് തോന്നണ അവധി. അങ്ങനെ ഒരു ദിവസം ഇവിടെ അവധി ഉണ്ട് കേട്ടോ. ഉണ്ടാവൂല ഞായറാഴ്ച തന്നെ തോന്നണ അവധിയാണ് അവിടെ. അപ്പൊ അങ്ങനെ പിന്നെ ഞാനിവിടെ എത്താൻ നേരത്തെ ഇങ്ങനെ അവിടെ കുറച്ചും കൂടി പോയാലൊരു ഞാൻ പറയുന്നത് LKG എന്നാണ് ഞാൻ വന്നത് സ്കൂളിൽ പഠിച്ചപ്പോൾ
അന്ന് ഒരു ടീച്ചർ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇതാ ഈ മരം കണ്ടിട്ട് ഇത് എന്താ കാരക്കന്റെ മരാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു കേട്ടോ. അന്ന് അങ്ങനെ അടിയിൽ കാരക്കന്റെ സംഭവം ഉണ്ടായി. ഇത് എന്തിനാ മരം ഇപ്പോഴും എനിക്കറിയില്ല. ഞാൻ അന്ന് വിശ്വസിച്ചു. പിന്നെ ഞങ്ങൾക്ക് പോയപ്പോഴാണ് ഇതൊന്നല്ല കാരക്കാന്നൊക്കെ മനസ്സിലായത്. അന്ന് അങ്ങനെ അടിയിൽ എന്തോ ഒരു ഇത് ഉണ്ടായും ചെയ്തു. അതുകൊണ്ട് നമ്മളങ്ങനെ വിശ്വസിച്ച്. ഓളത് കാണുമ്പോൾ ഒരു ഓർമ്മയാണ്. ഞാനത് ഓളോട് പറയുന്നത് അങ്ങനെ ഉണ്ടായിന്. മറ്റേ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പം പഠിച്ചാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നല്ല ശബ്ദമല്ലേ, ഒന്ന് കേട്ട് നോക്കിട്ടോ. ഇതൊക്കെ അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി ഫുഡ് കഴിക്കും. നമുക്ക് മെയിൻ പരിപാടി ഫുഡാണ്. ഇവിടെ ഇറങ്ങിയാലേ ഫുഡ് കഴിക്കാതെ എങ്ങനെ വീട്ടിൽ തിരിച്ചു പോലെ. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. കുറച്ചധികം ഭയങ്കര വിശപ്പിന് കേട്ടോ. ഫുഡ് എത്തിയത് ഞങ്ങൾ ഭയങ്കര ആക്രാന്തത്തോടെ കഴിക്കല്. പിന്നെ ആക്രാന്തം പറഞ്ഞ ചെസ്റ്റ് പീസ് കിട്ടാനാണ് ഏറ്റവും വലിയ ആക്രാന്തം. നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനത്തെവരുണ്ടെങ്കിൽ മനസ്സിലല്ല കമന്റ് ചെയ്യാനിട്ട് ആരാണെന്ന് ജസ്റ്റ് പീസിന് തല്ലുകൂടുന്നോണ്ട് തന്നെ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ വിട്ട്. എന്നാൽ തന്നെ ഞങ്ങൾ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നൊക്കെ എത്തിയത് തോന്നുന്നു. കുട്ടികളെ കൊണ്ട് പോയതല്ലേ. അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ കൂട്ടത്തിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഞങ്ങളെ ഡ്രസ്സിന്റെ കളർ ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പൊ ബൈ ബൈ, ഇനിയും കാണാം.